എന്റെ മോൻ വീണ്ടും ഒറ്റയ്ക്കായി. മായാജാലങ്ങളുടെ രാജാവല്ലേ കണ്ണാ നീയ. എന്നിട്ടും അവനെ വിശ്വസിക്കാൻ അവിടെ മനസ്സിലെന്താ നീ തോന്നിപ്പിക്കാത്തത്? വിഘ്നേഷിന്റെ മനസ്സിലെ കലിയടങ്ങാൻ പ്രാർത്ഥിക്കാൻ ഞാനിപ്പോ. എന്റെ ഏട്ടനോടുള്ള സ്നേഹം എന്റെ ആത്മാവിന്റെ ഓരോ പരമാണുവിലും ഉണ്ട്. പക്ഷെ ഇപ്പോ അകലാന വിധി. ഇല്ല, തീർന്നു. ഇനി നീ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്കിനി ജീവൻ പേടിക്കാൻ മതി. ഞാൻ നിന്നെ അന്ധമായി വിശ്വസിച്ചു. എന്നിട്ടും നീ എന്നെ രക്ഷിച്ചില്ലല്ലോ കണ്ണ. ഈ വീടിനെ രക്ഷിച്ചില്ലല്ലോ. നിനക്കിനി ഈ ജീവൻ ഞാൻ കൊടുത്തില്ല. എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് അമ്മ തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. പാവം എന്റെ ഹിറ്റ്ലർ. എന്റെ ഏട്ടന് എന്നെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. ആ വിഘ്നേഷ അമരാവതി നശിപ്പിക്കും. എന്റെ അച്ഛനെ കൊല്ലും. എല്ലാരെയും കൊല്ലും. അതൊന്നും താങ്ങാൻ എനിക്ക് വയ്യമ്മ. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ അയാൾ എന്റെ ഏട്ടന്റെ ജീവനെടുക്കും. ഒരു പരീക്ഷണത്തിന്റെ തീക്കടൽ കടക്കാൻ അമ്മ ഈ മോക്ക് വഴി കാണിക്കണേ. നമ്മുടെ മോളെന്താ നിന്നോട് പറഞ്ഞത്? എന്തിനാ അവളിങ്ങനെ ചെയ്തതെന്ന് നിന്നോട് പറഞ്ഞോ? എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ നിന്നോടല്ലേ വന്ന് പറയുന്നത്? ഭർത്താവിന്റെ തെറ്റ് ക്ഷമിച്ചില്ലെങ്കിലും അവൻ പറയുന്നത് കേൾക്കാൻ ഭാര്യയ്ക്ക് ബാധ്യതയില്ലേ? നമ്മുടെ മോള് അതുപോലും ചെയ്തില്ല. അവളെ ഒരുപാട് സ്നേഹം നൽകിയ ഒരു അമ്മയും കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാ അവളിപ്പോ വന്നിരിക്കുന്നത്. മരിച്ചുപോയി നിനക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. സ്വപ്നത്തിലെങ്കിലും ഈ ചെയ്ത് തെറ്റാണെന്ന് നീ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഭർത്താവിന്റെ അരികിലേക്ക് പറഞ്ഞു വിടണം. നമ്മുടെ മരുമൻ ഒരു പാവ, നല്ലവനാ. അമ്മായിയച്ഛനായിട്ടല്ല, അതിനേക്കാൾ വലിയ സ്നേഹവും സ്ഥാനവുമാ അവൻ എനിക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ മകളെ അവന് ജീവനാ. അഹങ്കാരം കാണിച്ചാൻ ആലോചിച്ചിട്ടെന്താ? അടിയും കൊടുത്ത് കൊണ്ടാക്കണം. നല്ല അച്ഛന്മാരൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. നിന്റെ പരിഹാസത്തിനൊന്നും മറുപടി പറയാൻ തൽക്കാലം ഞാൻ ആളല്ല. അങ്ങനെ വെറുതെ ഒന്നും അവള് DK ഉപേക്ഷിച്ച് പോരില്ല. അത് എനിക്ക് നന്നായി അറിയാം. അതല്ലേ മനുഷ്യ അവള് പറഞ്ഞത്, നാട്ടുകാരുടെ മുമ്പിലും നാണക്കേടായ കാര്യം. അതല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ കാണിക്കുന്നത് ഒരു മറവാണ്. എന്തോ ഒരു കാരണം അതിന്റെ പിന്നിലുണ്ട്. അല്പം മുമ്പ് ഞാനൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടാ അവള് പുറത്തേക്ക് പോയത്. അവള് സോറി എഴുതി വെക്കുന്നത് നിങ്ങൾ കണ്ടോ? അത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് അവൾ ആ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതാ. ആ കണ്ണീരും കരച്ചിലും നെഞ്ചിൽ തട്ടിയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. സംഭവിച്ച കാര്യങ്ങൾ അവൾ ആ റൂമിൽ പോയി ഏറ്റു പറഞ്ഞു കാണും. ഏറ്റു പറയുന്ന അവരവരുടെ കുറ്റമല്ലേ?
നമ്മുടെ മരുമോൻ ചെയ്ത കുറ്റത്തിന് അവൾ എന്തിനാ അവളുടെ അമ്മയുടെ മുമ്പിൽ പോയി സോറി പറയുന്നത്? ഇതൊന്നുമല്ല. നിങ്ങൾ എന്ത് കുന്തമായി ആലോചിച്ച് കൂട്ടുന്നേ? ഒന്ന് തെളിച്ചു പറ മനുഷ്യ. അവളുടെ ഉള്ളില് നമ്മളീ കണ്ടതും അറിഞ്ഞതും കേട്ടതും ഒന്നും അല്ല ചെറുതെ. എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. അതിന് കാരണം അവളുടെ ഭാഗത്തുനിന്ന് എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ദുഃഖവും സങ്കടവും ഒക്കെ കാണും. പല സ്ത്രീകളും ഭർത്താക്കന്മാരോടൊന്നും പറയുപോലുമില്ല. ഇതിപ്പോ അവള് സ്വയം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ടെന്നാ. അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം. ഞാനോ? പിന്നല്ലാതെ. ഇന്ന് അവള് ദേഷ്യത്തിലാണെങ്കിലും നാളെ നേരം വെളുക്കുമ്പോ അതൊക്കെ അങ്ങ് മാറും. അപ്പോ നീ അവളോട് മയത്തിൽ സംസാരിക്കണം. കാര്യം എന്താണെന്ന് അറിയണം. DKയ്ക്കും അവൾക്കും ഇടയിലെ വഴക്കിന്റെ യഥാർത്ഥ കാരണം അറിയണം. എങ്കിലേ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ജ്യോതിയെ ഒരിക്കലും നമുക്ക് അമരാവതിയിലേക്ക് തിരിച്ചയക്കാൻ പറ്റില്ല. അവളുടെ ജീവിതം ഒരു ദുരന്തമായി മാറും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവളെ ഞാൻ തള്ളിവിടില്ല. അവളുടെയും DKയുടെയും ജീവിതം നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ, എങ്ങനെയെങ്കിലും. ജ്യോതി, DK അറസ്റ്റിൽ. ഞാൻ പറഞ്ഞില്ലേ DK, എല്ലാം നഷ്ടപ്പെട്ട് നീ നിൽക്കുമ്പോ നിന്നെ കാണാൻ ഞാൻ വരുമെന്ന്. നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയല്ലേ? ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കണം. ഞാൻ അനുഭവിച്ച വേദനകളും അപമാനവും അതിനേക്കാൾ 100 ഇരട്ടി വലുതായി നീ അനുഭവിക്കണം. അതിന്റെ തുടക്കം മാത്രമാ നിന്റെ ഭാര്യ നിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി ഓരോന്നോരോന്നായി നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. നീ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഈ അമരാവതി വീട് പിന്നെ നിനക്കൊരു വേദനിക്കുന്ന ഓർമ്മ മാത്രമായിരിക്കും DK. ഓ, നീ എന്റെ ഭാര്യ ഇറങ്ങിപ്പോയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതല്ലേ? എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ജ്യോതി അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് ഒരിടത്തും പോയിട്ടില്ല. ഈ നിമിഷത്തിലും അവൾ എന്റെ ഭാര്യയാണോ? എനിക്കൊരാവശ്യമുണ്ടായാൽ ആ നിമിഷം ജ്യോതി എന്റെ അടുത്തുണ്ടാവുമെന്ന് എനിക്കറിയാം. എവിടുന്നോ ഒരുത്തി ഇറക്കി തൽക്കാലത്തേക്ക് എന്നെ ഒന്ന് നാണം കെടുത്തി. അതുകൊണ്ട് ഞാനങ്ങ് തകർന്നു പോകുന്നു കരുതിയോ? വെറുതെ ഇവരെയും കൊണ്ട് കോമാളി കളിക്കാൻ നിൽക്കരുത്. നിനക്ക് DK ശരിക്കും അറിയില്ല. എനിക്കിഷ്ടപ്പെട്ട DK നിന്റെ ഈ ധൈര്യം. പക്ഷെ കാട്ടാനയ്ക്ക് നേരെ നെഞ്ചി വിരിച്ചു നിൽക്കുന്നത് ബുദ്ധിയില്ലാത്തവന്റെ വിഡ്ഢിത്തമാണ്. അപകടകാരിയായ ഒറ്റയാനെ നല്ല വാരിക്കുഴി ഒരുക്കി വീഴ്ത്താനും എനിക്കറിയാം. മൈസൺ, എന്താ ഇവിടെ? Who's this? മൈ ഗോഡ്, അമ്മ, DKയുടെ അമ്മ.
അവളെ തിരിച്ചു കൊണ്ടുപോയി ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ ജയിച്ചു എന്ന് കാണിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും DK. അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അധികാരം ഒരു ഭ്രാന്ത DK. അത് കയ്യിന്ന് പോയാ എല്ലാം പോവും. കഴിഞ്ഞ 50 കൊല്ലമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന ആ മണ്ഡലത്തിലെ MP, എന്റെ മുത്തച്ഛൻ, എന്റെ അച്ഛൻ, എന്റെ ജ്യേഷ്ഠൻ, ഇപ്പൊ ഈ ഞാനിപ്പോ തോൽവിയുടെ വക്കിൽ നാണം കെട്ട് നിൽക്കുക. എനിക്കവളെ തിരിച്ചുകൊണ്ട് ചെന്ന് ജനങ്ങളുടെ മുന്നിൽ ഭാര്യയായി കാണിച്ചേ പറ്റൂ DK. ഇതൊന്നും നടക്കില്ല വിഘ്നേഷ്. ഈ വീടിന്റെ സമാധാനവും സന്തോഷമാണ് നീ ചോദിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. അത് നടക്കില്ല. അതിനുള്ള കളിയാണ് നീ ഇതുവരെ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചതെങ്കിൽ ഇപ്പൊ കളി നേർക്ക് നേരെയാ. എന്റെ ചങ്കില ഞാൻ എന്റെ ഈ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ പോലും എനിക്കത് സഹിക്കില്ല. ഇവിടെ നിന്ന് ഇത്രയും പറയാൻ നിന്നെ ഞാൻ അനുവദിച്ചു തന്നെ എന്റെ മാന്യതയായിട്ട് കണ്ടാ മതി. ഇനി നിനക്ക് പോവാം. പറ്റില്ല DK. ഞാൻ വിചാരിച്ചത് നേടാതെ തിരിച്ചു പോകില്ല ഞാൻ. നീ തന്നെ അവളെ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. DK, ജ്യോതി ഇനി ഈ ജന്മത്ത് നിന്റെ കൂടെ വരില്ല. ഇത് ഞാനാ പറയുന്നത്. ഇനി നീ ഒരക്ഷരം പറഞ്ഞ നിന്നെ ഞാൻ തല്ലും. നിന്റെ ഈ ആളുകൾക്ക് മുന്നിൽ നീ നാണം കെടും. ഇനി മേലിൽ ഇതുവഴി വരരുത്. നമ്മൾ തമ്മിലുള്ള കളി ഇവിടെ ഇന്ന് തുടങ്ങുക. കുറച്ചു കാലം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ നിന്റെ അമ്മയെ ഞാനങ്ങ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ അമരാവതി ഞാൻ തകർത്ത് തരിപ്പണമാക്കും. എന്റെ പൊന്ന് MP സാറേ, പ്രതികാരം എന്നൊക്കെ പറഞ്ഞാൽ ദേ ഇതാ. എന്താ ഒരു പ്ലാനിങ്. ഇപ്പം ദേ ജ്യോതി വേറെ, DK വേറെ. അപ്പോ അമരാവതി ഒന്നാടി ഒലഞ്ഞു അല്ലേ സാറേ? എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവൻ DK. എടോ മൂർത്തി, ഇത്ര പെട്ടെന്ന് ഞാൻ അവന്റെ മുന്നിൽ ഇറങ്ങി ചെല്ലുമെന്ന് അവൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. അവന്റെ സീതയെ അവനിൽ നിന്ന് വേർപിരിച്ച രാവണൻ ഞാനാണെന്ന് അവൻ ഇപ്പൊ മനസ്സിലായി കാണും. എടോ, അവര് തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്ന് താനല്ലോടോ മൂർത്തി പറഞ്ഞത്. എന്നിട്ടിപ്പോ ജ്യോതി ഇപ്പൊ അവന്റെ ജീവിതത്തിലേയില്ല. ഇനി അവരൊന്നിക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. ഇതങ്ങനെ ഒറ്റയടിക്ക് സംഭവിച്ചതല്ല മൂർത്തി. പിന്നെ ഒരു ബ്രില്യൻ ബ്രെയിൻ ഈ കളിക്ക് പിന്നിലുണ്ട്. അല്ല, അതാരാ അങ്ങനെ ഒരാൾ? ACP അന്ന മേരി. ഞങ്ങളോട് സംസാരിക്കാനും അവൾക്ക് താല്പര്യമില്ലേ? ഞങ്ങൾ വന്നത് ജ്യോതിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഞങ്ങള് 3 പേരും സ്ഥാനം കൊണ്ട് ജ്യോതിയുടെ മരുമക്കളാ. പക്ഷേ അമരാവതിയിൽ ആദ്യം വലതുകാല് വെച്ച് നിലവിളക്ക് സ്വീകരിച്ച് കയറിയവരാ. ആ വീടിന്റെ അഭിമാനവും നഷ്ടവും വേദനയും എല്ലാം അന്നു മുതൽ ഞങ്ങളുടെയും കൂടിയാ. അവിടെയുള്ളവരുടെ മനസ്സ് ജ്യോതിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. അവർക്ക് വേദനിച്ചാൽ ഞങ്ങൾക്കും വേദനിക്കും. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടെ വന്നത്. മക്കളെ, ഞങ്ങൾ അവളോട് ആവുന്നെന്ന് പറഞ്ഞു നോക്കി. അവള് കേൾക്കുന്നില്ല. അധിക നേരം കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ?
മമ്മി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? നിന്റെ മരുമക്കളല്ലേ വന്നത്, അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും നീ തന്നെ നിൽക്കണം. എനിക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾക്കാരുടെയും സൽക്കാരം വേണ്ട. വന്നത് ചില കാര്യങ്ങൾ നിന്നോട് പറയാനാ. അല്ലാതെ അമ്മായിയമ്മയോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. ചിത്ര, ആരെയും ചീത്ത പറയാനോ അധിക്ഷേപിക്കാനോ എനിക്കൊരു ഉദ്ദേശമില്ല. പക്ഷെ പറയാനുള്ളത് പറയാൻ തന്നെ ഞാൻ വന്നേ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പിണക്കവും പരാതിയോ ഒന്നുമില്ല. പക്ഷേ തൽക്കാലം അമരാവതിയിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. അയ്യടി മോളെ, ഞങ്ങള് വന്നതേ നിന്നെ വിളിച്ചോണ്ട് പോയി അമരാവതിയിലെ വാഴിക്കാനല്ല. നീ എന്തു കരുതി ഞങ്ങള് വന്നത് നിന്റെ കാല് പിടിച്ച് കരഞ്ഞ് യാചിക്കാനാണെന്നോ? ഞങ്ങൾക്ക് ചില കടമകളൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് ഡി കെയുടെ തണലില. ഡി കെ തകരാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങളുടെ ദൈവമാണ് ഡി കെ. ദൈവത്തിന്റെ മഹിമ കൂടിപ്പോയതുകൊണ്ടാണല്ലോ ഞാൻ അമരാവതി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. മതി, നിർത്തിക്കോ. ഡി കെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. അല്ലെങ്കിൽ തന്നെ അതിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇത്രയും കാലം നീ ഡി കെയോട് കാണിച്ചിരുന്ന പ്രേമ നാടകങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നു അല്ലേ? വെറും അഭിനയം. ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഡി കെയോട് ഇത്രയ്ക്ക് ദ്രോഹം പ്രവർത്തിക്കില്ലായിരുന്നു. ഞാൻ ആരോടും ഒരു ദ്രോഹം കാണിച്ചിട്ടില്ല. സംഭവിച്ചതൊക്കെ എന്താന്ന് എല്ലാവർക്കും അറിയാലോ. ചാനലുകാരും പത്രങ്ങളും ഒക്കെ ഇപ്പോഴും എഴുതുന്നുണ്ട് നിങ്ങളുടെ ഡി കെയുടെ മഹത്വം. മഴ പെയ്തു തീർന്നെങ്കിലും ഇപ്പോഴും മരം പെയ്തുകൊണ്ടിരിക്കുക. മോളെ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഇവരുടെ കൂടെ നീ അമരാവതിയിലേക്ക് തിരിച്ചു പോ. എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ അങ്ങ് തീരട്ടെ. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇവരല്ലേ, ഇവര് സംസാരിക്കട്ടെ. സ്വന്തം അമ്മായി അച്ഛൻ ഇവർ എത്രമാത്രം ന്യായീകരിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ന്യായീകരിക്കും, മരണം വരെ ന്യായീകരിക്കും. ഞങ്ങൾ അറിയുന്ന ഡി കെ ഇതുപോലെ ഒരു തെറ്റും ചെയ്യില്ല. ആരോ ഡി കെ ട്രാപ്പിലാക്കിയതാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിനക്ക് മാത്രം സ്വന്തം ഭർത്താവിന് വിശ്വാസമില്ല. നീ ആണെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? എന്താ സംശയം? ഉറപ്പായിട്ടും വിശ്വസിക്കും. ജ്യോതി, ഡി കെ എന്താണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഡി കെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഡി കെ പറഞ്ഞത് അമ്മയും വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയില് ശക്തി നൽകി കൂടെ നിൽക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും നീ മാത്രം വിശ്വസിക്കുന്നില്ല. ഡി കെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാ. അമരാവതി വീടിപ്പോ ശവപ്പറമ്പിന് തുല്യോ. അവിടെ ജീവിക്കുന്ന ശവങ്ങൾ മാത്രമാ ഞങ്ങളിപ്പോ. നീയാ ഡി കെ ചതിച്ചത്. ഈ സമയത്ത് നീ അമരാവതിയിൽ ഡി കെക്കൊപ്പം നിന്നിരുന്നെങ്കിൽ എല്ലാ കുറ്റപ്പെടുത്തലുകളും അവസാനിച്ചെന്നെ. നിന്റെ ഈ നിശബ്ദത ഞങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ജ്യോതി, നീ ഒന്നോർത്തോ, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അമ്മായിയച്ഛൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. എന്റെ ഭർത്താവിന് എനിക്ക് എന്റെ പ്രാണനേക്കാളും വിശ്വാസമാണ് മായ. പക്ഷെ തൽക്കാലം എനിക്ക് ഈ മുൾക്കിരീടം ചൂടിയേ പറ്റൂ. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? എന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ചയെക്കാളും വലുതായി ഒരു സാക്ഷ്യവും തൽക്കാലം എനിക്ക് വേണ്ട. ജ്യോതിയുടെ ഈ തീരുമാനത്തില് നിങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഡി കെ എന്ന മരുമകനിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയതല്ലേ നിങ്ങൾക്ക്? അപ്പോ മരുമക്കൾ സഹായിക്കുന്നതിലോ ആ സഹായം സ്വീകരിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. പക്ഷേ ഇതുപോലുള്ള പെരുമാറ്റം കാണുമ്പോ മറ്റുള്ളവർക്ക് കൂടി വിഷമം തോന്നും. ഞങ്ങളും അമരാവതിയിൽ വന്നു കയറിയവരാ. എന്തൊക്കെ സംഭവിച്ചാലും സത്യം അറിയാതെ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കില്ല. ഇനി ഞങ്ങൾ ആരും ജ്യോതിയെ വിളിക്കാൻ ഇവിടേക്ക് വരില്ലെന്ന് മകളോടൊന്ന് പറഞ്ഞേക്ക്.
ജ്യോതിയുടെ തീരുമാനം മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നറിയാം. എന്നാലും ഇതുകൂടെ പറഞ്ഞു കൊടുത്തേക്ക്. അമരാവതി ഒരു സത്രമല്ലാന്ന് ഒന്നുകൂടി ഞങ്ങൾ പറയാം. ജ്യോതി കാരണമാണ് അമരാവതി ഇപ്പൊ നാണം കെടുന്നത്. ഈ നാണക്കേടും അടക്കം പറച്ചിലും കുറച്ചു ദിവസം കഴിയുമ്പോ അവസാനിക്കും. ഇപ്പൊ DKക്ക് കുറച്ച് മാനസിക പ്രയാസമുണ്ട്. ചെയ്യാത്ത തെറ്റിന്റെ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നതിന്റെ വിഷമമുണ്ട്. അതെല്ലാം അവസാനിക്കുന്ന ദിവസം ജ്യോതിയെ തേടി എത്തുന്നത് ചിലപ്പോ ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിനുത്തരവാദി ജ്യോതി മാത്രമായിരിക്കും. എന്റെ സഹോദരൻ മരിച്ചിട്ട് പോലും ഞാൻ ഇത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടില്ല. ഒരു സഹോദരിയെ പോലെ ജ്യോതിയെ സ്നേഹിച്ചവളാ ഞാൻ. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. DKയോട് ഇത്രയ്ക്ക് ആത്മാർത്ഥതയില്ലാത്ത ഒരുത്തിയെ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് സ്നേഹിച്ചു പോയതിന്. ഞങ്ങൾക്കും ജീവിത അമരാവതിയും ഞങ്ങളുടെ ഭർത്താക്കന്മാരും ആ വീട്ടിലെ അമ്മയും പിന്നെ ആ വീടിന്റെ എല്ലാമായ DKയും ഒക്കെയാ. ഇപ്പോ ഞങ്ങൾ ഒരുമിച്ചൊരു കാര്യം തീരുമാനിച്ചിരിക്കുക. DKയുടെ ജീവിതം നശിപ്പിക്കാൻ അവള് തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾ 3 പേരും അവളുടെ ശത്രുക്കളായിരിക്കും. പറഞ്ഞേക്ക് മോളോട്. വാ മായച്ചി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ആശാദ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ അവളെ ഒന്ന് അനുസരിപ്പിക്കും? എനിക്കൊന്നും അറിയില്ല. ഇനി വരുന്നതൊക്കെ അനുഭവിക്കാം, അത്ര തന്നെ. അവനവന് വിശ്വാസം ഉണ്ടാവുന്ന കാലം മാത്രം തിരിച്ചു വന്നാ മതിയെന്ന ഇന്നലെ ഞങ്ങളോട് DK പറഞ്ഞത്. അമ്മേ, നമ്മൾ ഇനി എത്ര പോയി കേണപേക്ഷിച്ചാലും അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരും പോകണ്ട, ഞാൻ പോകാം. ഞാൻ വിളിച്ചാ അവള് വരും. DKയോട് ആലോചിച്ചിട്ട് മാത്രം അമ്മ പോയാ മതി. ഇല്ലെങ്കിൽ ഇനി അതിന്റെ പേരിലാവും DK ചൂടാവുക. അമ്മ വെറുതെ അവളുടെ മുന്നിൽ മാനം കെടാൻ നിൽക്കണ്ട. ഇവിടുന്ന് ഇറങ്ങി പോവാൻ അവളെ കാത്തിരുന്നത് പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഇങ്ങനെയുള്ള അവളെ എന്തിനിപ്പോ തിരിച്ചുകൂടെ കൊണ്ടുവരുന്നേ? DK തന്നെ തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. പാടി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മൈലേറ്റിൽ കണ്ണാ, കുഴപ്പത്തിന്ന് കുഴപ്പത്തിലേക്കാണല്ലോ ഈ വീടിനെ നീ കൊണ്ടെത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു താ കണ്ണാ. അവളിപ്പോ വരും. കൊടുക്ക. വേണ്ട. അതെന്താ മോനെ, ഒരു ചായ കുടിക്കാനുള്ള ബന്ധം പോലും നമ്മൾ തമ്മിലില്ലേ? കുടിക്കും. അവള് മോനോട് ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കരുത്. മോനെ ഞങ്ങൾ അവിശ്വസിച്ചിട്ടില്ല. മോൻ എന്തായാലും അവളോട് സംസാരിക്കും. മോൻ വിളിച്ച അവള് വരും. ഇപ്പൊ തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോയാൽ അത്രയും നല്ലത്. ജ്യോതി,
ഏട്ടൻ തിരികെ വിളിച്ച ഞാൻ എന്താ പറയാ? രക്ഷിക്കണേ ദേവി. നിന്നോട് സംസാരിക്കാനാണ് ജ്യോതി എന്റെ മരുമകൻ വന്നത്. സംസാരിക്കും. വാ. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്നല്ല. എന്റെ സത്യസന്ധതയും നിസ്സഹായതയും ഇവരെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അമരാവതിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോന്നതിന്റെ പേരിൽ ഇവരെന്നെ കുറ്റപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകന് വിശ്വാസമാണ്. ജ്യോതി, ഇപ്പൊ തന്നെ നീ DKയുടെ കൂടെ തിരിച്ചു പോണം. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമാണ്. ഈ നെഞ്ചിൽ വീണൊന്ന് പൊട്ടിക്കരയാൻ എന്റെ മനസ്സ് എത്ര കൊതിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഒരുപാട് മുറിവേൽപ്പിച്ചു ഞാൻ. എത്ര വട്ടം ആ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞാലും ഞാൻ ചെയ്ത തെറ്റിന് അതൊന്നും പകരമാവില്ല. കൂടെ പോവാൻ 1000 വട്ടം മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. പറഞ്ഞത് നീ കേട്ടില്ലേ? DKയുടെ കൂടെ ഇപ്പൊ തന്നെ നീ തിരിച്ചു പോണോന്ന്. വേണ്ട, ജ്യോതിയെ അമരാവതിയിൽ നിന്ന് ആരും ഇറക്കി വിട്ടിട്ടില്ല. എന്നെങ്കിലും എന്നെ വിശ്വാസമാവുന്ന സമയത്ത് നീ തിരികെ വന്നാ മതി. പക്ഷെ ഒന്ന് നീ അറിയണം, അമ്മ ഇത് എങ്ങോട്ട് പോകാണ് റെഡിയായി നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാനോ? എന്നെ എന്ത് ഹെൽപ്പ് ചെയ്യാൻ? അല്ല, നിന്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തീർക്കാനേ ഞാൻ തന്നെ മുന്നോട്ടങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. അമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ പോയിട്ട് അമ്മ പോയി ജ്യോതിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചു. ചെന്ന് വിളിച്ചാലുടനെ അവൾ ഇങ്ങോട്ട് വരുമെന്നാണോ അമ്മയുടെ വിചാരം? അമ്മ പോകണ്ടെന്ന് ഞങ്ങൾ പറയായിരുന്നു DK. നോ 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 നോ, ഇതെന്റെ മകന്റെ ലൈഫാ. ഇതെനിക്ക് സേഫ് ആക്കിയേ പറ്റൂ. അതിനവള് തിരിച്ചു വന്നേ പറ്റൂ. മൈ സൺ, ഐ ആം ഗോയിങ് ടു സരോവരം. മീറ്റ് യുവർ വൈഫ്, റിട്ടേൺ യുവർ വൈഫ്. എടാ, നീ പേടിക്കണ്ടടാ, നിന്റെ വൈഫിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആ അമ്മ ഇനി സരോവരത്തിലേക്ക് പോകണ്ട. എടാ, നീ എന്താ ഈ പറയുന്നേ? അമ്മ ഇനി ജ്യോതി വിളിക്കാൻ സരോവരത്തിലേക്ക് പോകണ്ടെന്ന്. ഞാനിപ്പോ സരോവരത്തിലേക്ക് പോയിട്ടാ വരണം. അവളുടെ അച്ഛനെയും അമ്മയും കണ്ടു, അവളെയും കണ്ടു. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുകയും ചെയ്തു. അവളുടെ അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾക്കിനിയും നേരം വെളുത്തിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലായിട്ടുമില്ല. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവളുടെ ഇഷ്ടപ്രകാരം. പക്ഷേ ഇനി അവൾ തിരിച്ചു വരുന്നത് എന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അത്ര വേഗമൊന്നും അവൾക്ക് ഈ അമരാവതിയുടെ പടികടക്കാൻ കഴിയില്ല. എടാ മോനെ, നീ അങ്ങനൊന്നും പറയാതെ. എടാ, അവളൊരു പെണ്ണാ. അവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് പെണ്ണായി ജനിച്ചത്. നിങ്ങളാരും സ്ത്രീകളല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എടാ ദേവ, അതുകൊണ്ടല്ലടാ. അവള് നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ടടാ. ഓ പിന്നെ, ലവ് കൂടിപ്പോയാലും കുഴപ്പം. അത് കൂടിപ്പോയന്റെ ഇപ്പൊ അനുഭവിക്കുന്ന. ആ കണ്ണ, നീ ഇവര് പറയുന്ന ഒന്നും കാര്യാക്കണ്ട. സത്യം ഇതൊന്നും അല്ലടാ. പിന്നെന്താ സത്യം? അമ്മ തന്നെ പറ. എടാ, നിന്നോടവക്ക് തീർത്താ തീരാത്ത ലവ് ഉണ്ടെന്ന് 100% ഈ അമ്മയ്ക്ക് ഉറപ്പാ. പക്ഷെ ആ കേസ് നിന്നെ പോലീസ് പിടിച്ചപ്പോ അവളുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയതാടാ. നിന്റെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ നീ സഹിക്കുമായിരുന്നോ? അത്രേ അവളും ചെയ്തിട്ടുള്ളൂ. ഇത് വലിയ ആനക്കാരിയൊന്നും അല്ല. സ്നേഹിക്കുന്നത് മാത്രമല്ല, ക്ഷമിക്കുന്നതും കൂടിയാ ലവ്. അതുകൊണ്ട് എന്റെ മോൻ അങ്ങ് ക്ഷമിക്കുക. അമ്മ പോയിട്ട് അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വരാം. എടാ, ഞാൻ വിളിച്ചാലേ അവളിങ്ങ് വരൂടാ. വേണ്ട, തൽക്കാലം അമ്മയെന്ന്. ചേച്ചി, ഞങ്ങൾ ഇറങ്ങുക. ഇവിടം വരെ വന്നതും ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെട്ടതും
അനിയത്തിയുടെ ഭർത്താവെന്ന നിലയ്ക്ക് മാത്രമല്ല, DK ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടിയാ. എന്തിനേട്ടാ ഇനി അതൊക്കെ പറയുന്നത്? നമ്മൾ അഭിപ്രായം പറയുന്നൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. മതി, പോവാം. ജയപ്രകാശ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലം ഈ തീരുമാനം എടുക്കാനേ എനിക്ക് കഴിയൂ. അതിപ്പോ എന്റെ അഹങ്കാരമൊന്നും ധിക്കാരമൊന്നും എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. ചേച്ചി, ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്താണെന്ന് ചേച്ചിക്കറിയോ? അവന് ഏറ്റവും പ്രിയപ്പെട്ടവർ അവനെ അവിശ്വസിക്കുന്നതാ. വിശ്വാസഹത്യ കൊലപാതകത്തേക്കാൾ ക്രൂരാണ്. DKക്ക് മേൽ ഇപ്പൊ ശത്രുക്കൾ നേടിയതും ഈ വിജയമാണ്. ചേച്ചി അതിനുള്ള ആയുധമാകാൻ പാടില്ലായിരുന്നു. ഒരാളെ തകർക്ക എളുപ്പമാണ്. ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മതി. എന്നെ തകർന്നു പോയാ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ജന്മം മുഴുവൻ ശ്രമിച്ചാലും നടക്കില്ല. ചേച്ചി അത് ഓർക്കുന്നത് നല്ലതാ. ചേച്ചിയുടെ ജീവിതത്തിലെ നന്മയും സൗഭാഗ്യമായിരുന്നു ഏട്ടൻ. ആ ഏട്ടനെയാ ചേച്ചി നിഷ്കർണം വലിച്ചെറിഞ്ഞത്. ദൈവം പോലും ക്ഷമിക്കില്ല ചേച്ചി, ഓർത്തോ? ചേച്ചി നേരത്തെ പറഞ്ഞത് ശരിയാ, എല്ലാം എന്റെ തെറ്റാ. പക്ഷേ അതിന്റെ പേരിൽ ആ പാവ ഏട്ടനെ ശിക്ഷിക്കരുത്. ഇനി ഇത് പറയാൻ ചേച്ചിയുടെ മുന്നിൽ ഞാൻ വരില്ല. ചേച്ചി വിഷമിക്കണ്ട. അവള് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. DK ദൈവത്തെ പോലെ അവള് കാണുന്നേ. അതുകൊണ്ടാ ഇത്ര സങ്കടം. ആ സങ്കടം എന്റെ ഉള്ളിലുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ചേച്ചി ഈ തീരുമാനം മാറ്റണം. തിരിച്ചു പോകണം. കരുതലോടെ ഞാൻ കാറിനടുത്തേക്ക് പോയി. കാറിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് ചെന്ന് നോക്കിയപ്പോ അവൻ മയങ്ങാണെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ ഡോർ തുറന്നകത്ത് കയറി. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. എനിക്ക് മുമ്പേ അവനെ ആരോ പെട്ടെന്നാണ് ഞാനൊരു വിഷകുപ്പി അവിടെ കണ്ടത്. ചെയ്ത ആരായാലും അവരത് മറന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ആരായിരുന്നാലും അവര് പിടിക്കപ്പെടുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാ പുറത്തിറങ്ങിയപ്പോ ഞാൻ കുപ്പി വലിച്ചെറിഞ്ഞു കളഞ്ഞത്. താൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം. പക്ഷെ ഏത് കോടതിയിലും ഞാൻ ഇതേ പറയൂ, അവനെ കൊന്നത് ആരായാലും അതൊരു പുണ്യപ്രവൃത്തി തന്നെ. മാഡം, ഇയാളെ എന്താ ചെയ്യേണ്ടത്? ഇയാൾ പറയുന്നത് മുഴുവനും കളവാണ്. ഹേമലതയെക്കുറിച്ച് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി അത് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഒരു സാധ്യതയില്ല. പക്ഷേ DKക്ക് മുൻപ് വന്ന ചില ഫോൺ കോളുകൾ ആ സ്ത്രീയുടേതാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ആ ഫോൺ നമ്പറിന്റെ ഉടമയുടെ പേര് ശിവതകുമാരി എന്ന്. ആ സിം കാർഡ് എടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന്. ആ നമ്പറിലേക്കുള്ള കോൾ ഡീറ്റെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ നമ്പറിൽ സ്ഥിരമായി കോണ്ടാക്ട് ചെയ്യാറുള്ളത് ആരൊക്കെയാണ്? അതേക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല DK, ACPയുടെ പെരുമാറ്റത്തിൽ എനിക്കെന്തോ ആദ്യം തൊട്ട് ദുരൂഹത തോന്നിയിരുന്നു. അതെനിക്കും തോന്നിയിരുന്നു. മുൻധാരണയോടുകൂടിയാണ് അവർ ഓരോ കാര്യവും ചെയ്തത്. ഒന്നുകിൽ ജ്യോതി, അല്ലെങ്കിൽ ഞാൻ, അതുമല്ലെങ്കിൽ അമരാവതിയിലെയോ സരോവരത്തിലെയോ ആരെയെങ്കിലും ഈ കേസിൽ പ്രതിയാക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിനാശിനെ കല്യാണ സ്ഥലത്ത് കൊണ്ടുവന്നു വിട്ട ഡ്രൈവറും സഹായിയുമായ ജാവേദിനെ കുറിച്ച് ഇവരിതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. അവൻ അവിടെ പോയി. ഒരു IPS ഓഫീസർ സംസാരിക്കുന്ന മാന്യമായ രീതിയിലല്ല അവർ ഞങ്ങളോട് പെരുമാറിയത്.
മനഃപൂർവ്വം അപമാനിക്കുന്ന പോലെയാ സംസാരിച്ചത്. കസ്റ്റഡിയിൽ എന്റെ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ജ്യോതി അവർ ഉപദ്രവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്, അതും സംഭവിച്ചു. കസ്റ്റഡി വാങ്ങി വീണ്ടും വീണ്ടും ചോദ്യം ചെയ്ത് മാനസികമായും ശാരീരികമായും തകർക്കാനായിരുന്നു പ്ലാൻ. ഇതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുക്കും. നോക്കിക്കും. വർഗഗുണം കാണിച്ച് അതിൽ കയറി ഇടപെടാൻ വരരുത്. അവർക്കെതിരെ ഇപ്പോ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡിക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ACP അന്നാമേരി ജോണിന് MP വിഘ്നേഷുമായും അയാളുടെ ഫാമിലിയുമായും അടുത്ത ബന്ധമുണ്ട് എന്നുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. MP വിഘ്നേഷിന്റെ ആളായിട്ടാണ് ACP വന്നിരിക്കുന്നതെങ്കിൽ തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും ഇവരുടെ പ്ലാനിംഗ് ആയിരിക്കും. അതിനെക്കുറിച്ച് താൻ വിശദമായി ഒന്നുകൂടി അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. എന്തൊക്കെയായാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉള്ളത് നന്നായി. അല്ലെങ്കിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയേനെ. അതെ, ഞങ്ങൾ വന്നതേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാ. സത്യം പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് വന്നതും അതിനാ. എന്താ കാര്യം? എടോ, നമുക്ക് എല്ലാവർക്കും വലുത് നമ്മുടെ കുടുംബം തന്നെയാ. താൻ പോയി ജ്യോതിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരണം.